വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന തിയറിക്കൽ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിയറിറ്റിക്കൽ അപ്രോച്ച് ഉണ്ട്. നമ്മൾ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ എളുപ്പമായിരുന്നു അല്ലേ. സോ ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത് ബേസ്ഡ് ഓൺ അസോസിയേറ്റീവ് ലേണിംഗ്, അതായത് ക്ലാസിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നാണ് പറയുക. സോ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ റീ അറേഞ്ചിങ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേറ്റ് വിത്ത് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നം നിങ്ങൾ എങ്ങനെയാണോ സോൾവ് ചെയ്തത്, ഏത് രീതിയിലാണോ സോൾവ് ചെയ്തത്, ആ എക്സ്പീരിയൻസ് വെച്ച് സോൾവ് ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. സോ സക്സസ് സ്ട്രെങ്തൻ അസോസിയേഷൻ, ഫെയിലർ വീക്കൻ ദം. അതായത് അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുവാണ്, അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് വെച്ചോളൂ. അപ്പോൾ അവിടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലേ. അപ്പം നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യാൻ പറ്റാതെ നമ്മൾ വീണ്ടും വീണ്ടും ഫെയിലായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ സക്സസ് ഉണ്ട്, ഫെയില്യൂർ ഉണ്ട്. എല്ലാ സമയത്തും നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെരിമെൻ്റൽ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഫർദർ ഇത് ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫെയിലിയർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അത് വലിയ ഉപയോഗമൊന്നുമില്ല, ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മളെ വീക്കൻ ചെയ്യത്തേ ഉള്ളൂ എന്നുള്ളതാണ്. എംഫസൈസ് ട്രാൻസ്ഫർ ഓഫ് പ്രയർ ലേണിംഗ് ടു സോൾവ് ന്യൂ പ്രോബ്ലം. അതായത് നമുക്ക് ഓൾറെഡി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച്. നെക്സ്റ്റ് വൺ ഈസ് ജസ്റ്റൽറ്റ് അപ്രോച്ച് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചറും നമ്മളെ ഐഡിയ ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ഇൻസൈറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലത്തിന് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് ഉള്ളത്. ഒന്ന് റീപ്രൊഡക്റ്റീവ് തിങ്കിങ്, സോ യൂസിങ് നോൺ സ്ട്രാറ്റജി, നമുക്ക് അറിയുന്നുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നുള്ള സ്ട്രാറ്റജി തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റീവ് തിങ്കിങ് ആണ്, റെസ്ട്രക്റ്റിംഗ് ദ പ്രോബ്ലം ഫോർ ദി ന്യൂ സൊല്യൂഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു പുതിയ സൊല്യൂഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും പോരാ, നമുക്ക് ന്യൂ സൊല്യൂഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്ട്രക്റ്റ് ചെയ്യണം, ആ പ്രോബ്ലം ഒന്നും കൂടെ റെസ്ട്രക്റ്റ് ചെയ്യുവാണെന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുന്നതിന് കോഹ്ലസ് ചിം വിത്ത് ക്രിയേറ്റ്സ് എ സ്റ്റിക്സ് 9 dot problem required thinking beyond perceived boundaries. സോ നമ്മുടെ 9 dot problem എന്നൊരു ഇതുണ്ട്. നിങ്ങളുടെ ആ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും 9 dot problems. അപ്പം അത് നമുക്ക് ചിന്ത മാത്രം പോരാ, അതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് എന്നതാണ്. സോ 9 dot പസിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ക്ലാസിക് ലാറ്ററൽ തിങ്കിങ് പ്രോബ്ലം ആണ്. അവിടെ നമ്മൾ 9 ഡോട്ട്സുകളെ കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ എന്താണ്, യൂസിങ് 4 സ്ട്രെയിറ്റ് ലൈൻ വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ, ട്രേസിങ് ഇൻ ലൈൻ ട്വൈസ്. സോ നിങ്ങൾ ആ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നമുക്ക് മൊത്തം 9 ഡോട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. 1 2 3 4 5 6 7 8 9 അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ ഉദ്ദേശിച്ചത് ദ ഗോൾസ് ഓഫ് ദ പസിൽ ഇൻ ഓൾ ഡോട്ട് യൂസിങ് സ്ട്രെയിറ്റ് ലൈൻ ഓർ ലെസ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ. നമ്മൾ പെൻ എടുക്കാനായിട്ട് പാടില്ല, എന്നാൽ എല്ലാ ലൈനും നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കുകയും വേണം. സോ ഇവിടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം, എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവിടെ 9 ഡോട്ട് ലൈൻ ആണല്ലോ, അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റുമായിരിക്കും. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ് എനിക്ക് വേണ്ടത്, എല്ലാം സ്ട്രെയിറ്റ് ലൈനാണ് വേണ്ടത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയില്ലേ, ഇതുവരെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അതിനുശേഷം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പം ഞാൻ 9 ഡോട്ട്സ് ഞാൻ വരച്ചു. ഇനി അടുത്തൊരെണ്ണം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. വീണ്ടും 9 ഡോട്ട് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ ഞാൻ ഇത് വരച്ചു. അതിനുശേഷം ഞാൻ കൈയെടുക്കാൻ പാടില്ല, പക്ഷേ നമുക്കിത് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ 9 ഡോട്ട് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. ഇത് വലിയ സംഭവമൊന്നുമല്ല, എക്സാമിനും ചോദിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 9 ഡോട്ട് നമുക്ക് വേണമെങ്കിൽ വരച്ച് വെക്കാം, ഒരു എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ്ലെസ് അപ്രോച്ചാണ്. ഇവിടെ നമ്മൾ വെറുതെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പുതിയ സൊല്യൂഷൻ കൂടെ കണ്ടുവരികയാണ്. നമ്മൾ ക്രിയേറ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നു എന്നുള്ളതാണ് കേട്ടോ.
അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ. സോ ഹ്യൂമൻ തിങ്കിങ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചോളൂ. അവിടെ നമ്മൾ ഇൻഫോർമേഷൻ രജിസ്റ്റർ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, ലോങ് ടേം മെമ്മറി ഉപയോഗിക്കുന്നു, സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് സ്റ്റോറേജ് ചെയ്യുന്നു, ആൻഡ് റിട്രൈവൽ ചെയ്യുന്നു അല്ലേ. സോ ഇവിടെ അതായത് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്, നമ്മൾ ഇപ്പോൾ ഒരു CPU ഉണ്ടാക്കിയപ്പോൾ പോലും അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയപ്പോൾ പോലും ചിലപ്പോൾ ഒരു ഹ്യൂമൻ എങ്ങനെ ചിന്തിക്കുന്നു, ഹ്യൂമൻ ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കാം, മേ ബി അതുപോലെയൊക്കെ ആയിരിക്കും അല്ലൊരു കമ്പ്യൂട്ടറിൻ്റെ CPU ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെയാണ് അതിലൊരു കമ്പ്യൂട്ടർ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മളും പ്രോസസ്സ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, അടുത്ത മാസം ഒരു മഴ വരുന്നുണ്ട്, അപ്പോൾ നമ്മുടെ വീടൊക്കെ ചോർന്നിരിക്കുവാണ്, അപ്പോൾ ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്തു. മോഡിഫിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻഫോ, അത് നമുക്ക് അടുത്ത മാസം മഴ വരുന്നത് എത്രത്തോളം വരും അല്ലെങ്കിൽ എങ്ങനെ വരും, അത് എങ്ങനെയായിരിക്കും നമ്മളെ ഈ വീടിനെ ബാധിക്കുക. ആൻഡ് ലോങ് ടേം മെമ്മറിൻ്റെ യൂസേജ്, നമ്മൾ ഇത് വീട് നന്നാക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിപ്പീറ്റ് സ്റ്റോറേജ് റിട്രൈവൽ. നമ്മൾ ആ സ്റ്റോറേജ് റിപ്പീറ്റ് ചെയ്യുന്നു, റിട്രൈവൽ ചെയ്യുന്നു. നോട്ട് എ സിംഗിൾ പ്രോസസ്, ഇൻവോൾവ് മൾട്ടിപ്പിൾ കോർഡിനേഷൻ, കോഗ്നേറ്റീവ് ആക്റ്റീവ്. അതായത് നമുക്ക് ഒരൊറ്റ പ്രോസസ്സ് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ നമുക്ക് ചിന്തിക്കാനോ മാത്രം പറ്റില്ല. ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ജനറൽ പ്രോബ്ലം സോൾവർ, GPS ആണ്. ന്യൂവൽ, സ്റ്റോൺ ആൻഡ് സിമോൺസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോബ്ലം സ്പേസ് എന്ന് പറയും, ഇനിഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഗോൾ സ്റ്റേറ്റ് വിയ ഓപ്പറേറ്റർ. സോ നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും, അവിടെ നിന്ന് ഗോൾ വരെ എത്തുക എന്ന് പറയുന്നത് കുറച്ച് എന്താണ് ഓപ്പറേറ്റേഴ്സ്, ലൈക്ക് ഇറ്റ്സ് കോൾഡ് എസ് പ്രോബ്ലം സ്പേസ്. സോ വെർബൽ പ്രോട്ടോകോൾസ് എന്ന് പറയും, തിങ്ക് അലൗഡ് ടു ഐഡൻറ്റിഫൈ ഹ്യൂറിസ്റ്റിക്സ്. സോ നമ്മൾ വെർബൽ പ്രോട്ടോകോൾ നമ്മൾ തിങ്ക് അലൗഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കമ്പോണൻറ്റ് പറയുവാണെങ്കിൽ ലിമിറ്റ് കപ്പാസിറ്റി വർക്കിംഗ് മെമ്മറി, ലാർജ് കപ്പാസിറ്റി ലോങ് ടേം മെമ്മറി, സീരീസ് പ്രോസസ്, റിലൈസ് ഓൺ ഹ്യൂറിസ്റ്റിക് നോട്ട് അൽഗോരിതം. സോ ഓൾറെഡി നമ്മൾ ഹ്യൂറിസ്റ്റിക്കും അൽഗോരിതം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വലിയ സംശയങ്ങളോ കാര്യങ്ങളോ വരേണ്ട ആവശ്യമില്ല. ഇൻ കേസ് സംശയമുണ്ടെങ്കിൽ എന്താണ് ഹ്യൂറിസ്റ്റിക്, എന്താണ് അൽഗോരിതം എന്നുള്ളത് നോക്കിയിട്ട് വരിക. ഓക്കെ, സോ വെർബൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെർബൽ പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു റിസർച്ച് മെത്തഡാണ്. കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡാണ്. ഇൻഡിവിജ്വൽ വെർബലൈസേഷൻ ത്രൂ, ഇപ്പോൾ ഒരു നമ്മൾ ടാസ്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വൽ വെർബലൈസേഷൻ ആണ്. സോ ഇവിടെ പാർട്ടിസിപ്പൻറ്റ് വെർബലൈസേഷൻ, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പാർട്ടിസിപ്പൻസ് ആർ ഇൻസ്ട്രക്ട് ടു ടോക്ക് അലോട്ട് വിത്ത് കംപ്ലീറ്റിംഗ് എ ടാസ്ക്. അതായത് ഇപ്പം ഞാനൊരു ടാസ്ക് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല കേട്ടോ, എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വ്യക്തമായി പറഞ്ഞുതരാം. സോ വെർബൽ പ്രോട്ടോകോൾ അനാലിസിസിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സോ തിങ്ക് അലൗഡ്, നമ്മൾ അധികമായി ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൈക്കോളജിയിലൊക്കെ വെർബലൈസേഷൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സംസാരിച്ച് പറയും. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളൊരു വീട് കെട്ടുവാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ട് വീട് കെട്ടാം. റെക്കോർഡിംഗ്, സോ വെർബലൈസേഷൻ ടിപ്പിക്കലി റെക്കോർഡ് ഓർ ലേറ്റർ അനാലിസിസ്. അപ്പം നമ്മൾ ആദ്യം അയാളോട് പറയും നിങ്ങൾ സംസാരിച്ചു കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ അനാലിസിസ് ചെയ്യും. അതായത് ഇതിൽ നമ്മൾ പാറ്റേൺസ്, സ്ട്രാറ്റജി, അവരെങ്ങനെയാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്, ഏത് രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ എക്സാമ്പിൾ കുക്കിംഗ് ഷോയിൽ എങ്ങനെയാണ്, നമ്മളൊരു ചട്ടി എടുക്കുന്നു, അല്ലെങ്കിൽ മുളക് പൊടി ഇടുന്നു, മല്ലിപ്പൊടി ഇടുന്നു, നമ്മൾ പറയണ്ടാവില്ലേ, ഓരോ കാര്യം കണ്ട. സീരിയൽ പ്രോസസ്, ലേറ്റർ കപ്പാസിറ്റി, ലോങ് ടേം മെമ്മറി, ലിമിറ്റ് കപ്പാസിറ്റി വർക്കിംഗ്, അതൊക്കെ കമ്പോണൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ലേൺ ചെയ്യാനും അല്ലെങ്കിൽ ഇത് പിന്നെ യൂസ് ചെയ്യാനും അനാലിസിസ് ചെയ്യാനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത് നമുക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് വരും. എക്സ്ട്രാ 2 പോയിന്റും കൂടെ പറയാം. നമുക്ക് കൺകറൻറ്റ് പ്രോട്ടോകോൾസും ഉണ്ട്, റിട്രോസ്പെക്റ്റീവ് പ്രോട്ടോകോൾസും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ലാത്തതാണ്. കൺകറൻറ്റ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻറ്റ് വെർബലൈസ് ദ തോട്ട് വൈൽ പെർഫോമിങ് ദ ടാസ്ക്. അതായത് ഇപ്പോൾ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പൻസ് വെർബലൈസ് ചെയ്യുന്നു. റിട്രോസ്പെക്റ്റീവ് പ്രോട്ടോകോൾ ആണെങ്കിൽ പാർട്ടിസിപ്പൻറ്റ് വെർബലൈസ് ദിയർ തോട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക്. നമ്മൾ ടാസ്കിന് ശേഷമായിരിക്കും അവരെന്ത് ചെയ്യുക, വെർബലൈസ് ചെയ്യേണ്ടാവുക. 2 കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് കൺകറൻറ്റ് പ്രോട്ടോകോൾ, നെക്സ്റ്റ് വൺ ഈസ് റെട്രോസ്പെക്റ്റീവ് പ്രോട്ടോകോൾ. 2 കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, നിങ്ങൾക്ക് എളുപ്പം വരും കേട്ടോ.
സോ മീൻ എൻഡ് അനാലിസിസ് കീ GPS സ്ട്രാറ്റജിയാണ്. നമ്മൾ ആദ്യം ഗോൾ വെക്കുക, അതിനുശേഷം നമ്മൾ ഐഡൻറ്റിഫൈ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഗോൾ സ്റ്റേറ്റ് ആൻഡ് ഫൈൻഡ് മെത്തേഡ് ടു റെഡ്യൂസ് ദ ഡിഫറൻസ് കുറയ്ക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കുക. സബ് ഗോൾ, നമുക്ക് സബ് ഗോൾ ഉണ്ടായിരിക്കും, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രയാങ്കിൾ കോൺഗ്രൻസ് ഇൻ എ റെക്റ്റാങ്കിൾ, നമ്മളൊരു ട്രയാങ്കിൾ റെക്റ്റാങ്കിളിനകത്ത് നമ്മൾ വരയ്ക്കുന്ന രീതി, പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി, ഡിഫറൻസ് റിഡക്ഷൻ, മീൻ അനാലിസിസ്, വർക്കിംഗ് ബാക്ക്വേർഡ്, ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രോബ്ലം സോൾവിങ് എങ്ങനെ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് വലിയ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് പറയുന്നത് വിക്കൽഗ്രൻസ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ആണ്. ഇവിടെ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ ലൈക്ക് GPS പോലെയാണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഗോൾ സ്റ്റേറ്റ്, സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റേറ്റ് ആക്ഷൻ ട്രീ. നമുക്ക് സ്റ്റേറ്റ് ആക്ഷൻ ട്രീ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിക്കൽഗ്രൻസ് പ്രോബ്ലം സോൾവിങ് ആണ്. സോ മിക്കവാറും ക്വസ്റ്റ്യൻ വരിക വിക്കൽഗ്രൻ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം പറയേണ്ടത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ ലൈക്ക് GPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന പോലെയാണ്. അവിടെ നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ട് ആൻഡ് ഗോൾ സ്റ്റേറ്റ് ഉണ്ട് ആൻഡ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം GPS എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ആക്ഷൻ ട്രീയുടെ ഒരു പിക്ചർ വരയ്ക്കാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് ഇത് 5. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ച് നന്നായിരിക്കും. ഇത് ആക്ഷൻ A1, ആക്ഷൻ A1, ആക്ഷൻ A2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു 1 എന്ന് പറയുന്ന പ്രോബ്ലം 1, 2, 3 എന്ന് ലീഡ് ചെയ്താൽ പോയി, അതുകൊണ്ട് ഇവിടെ A1 വന്നത്. പക്ഷെ 2 കഴിഞ്ഞ് 2ന് സബ് പ്രോബ്ലം ഉണ്ടായി, അത് A2 ആയിരിക്കും. A1ന് ഡയറക്ട്ലി ഒരെണ്ണം എറേസ് ചെയ്തു, അത് A2 ആയിരിക്കും. കേട്ടോ, ഇവിടെ 2 A2 ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. 4ഉം 5ഉം A2ഉം 1, 2, 3 എന്ന് പറയുന്ന A1ഉം ആണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യം, ഈ 4 അതായത് നമ്മൾ സബ് ചെയ്തില്ലേ, ഇതാണ് ബെസ്റ്റ് സ്റ്റേറ്റ്. ഇതാണ് എന്ത് ബെസ്റ്റ് സ്റ്റേറ്റ്. ഇതാണെങ്കിൽ ഇൻവാലിഡ് സ്റ്റേറ്റാണ്. കാര്യം ഒരു പ്രോബ്ലം അത് 2ആയി, 2ൽ നിന്ന് 3ആയി, നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 2ൽ നിന്ന് നമ്മൾ ഡയറക്ട്ലി 4 വന്നു, ബെസ്റ്റ് ആക്ഷനാണ്. ആൻഡ് ഇതും ഇൻവാലിഡ് ആണ്. 5ഉം 1ൽ നിന്ന് ഡയറക്ട്ലി 5 വന്നു, ഇതും ഇൻവാലിഡ് ആണ്. ഇതൊരു പ്രോപ്പർ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് വരുവാണ്. സോ ഇവിടെ നോഡുകളുണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്, ഗോൾ ഉണ്ട്. സോ നോഡുകൾ സ്റ്റേറ്റ്സ് ആണ്. ബ്രാഞ്ചസ് ആണെങ്കിലോ പോസിബിൾ ആക്ഷൻസ് ആണ്. ഗോൾ ആണെങ്കിൽ ബോട്ടം നോട്ട്സ് ആണ്. സോ മോർ ആക്ഷൻ, ഡീപ്പർ ലെവൽ ആൻഡ് മോർ കോംപ്ലക്സിറ്റി ആണ്. സോ ഇങ്ങനെയാണ്. കാരണം നമ്മൾ ഈ മോർ ആക്ഷൻ ആണ് 1, 2, 3, 4 അങ്ങനെ പോകുന്നത്. 1, 2, 3 ഇവിടെ 3 കഴിഞ്ഞ് 4 ആക്കുമ്പോൾ അത് മോർ ആക്ഷൻ ആണ്. അപ്പോൾ മോർ കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നു. ആൻഡ് 7 ജനറൽ ടെക്നിക്കിലാണ് ഇന്റർഫിയറൻസ്, റെഡ്യൂസിങ് ന്യൂ ഇൻഫോ ഫ്രം എക്സിസ്റ്റിംഗ് ഡേറ്റ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നമ്മൾ പുതിയത് ഡേറ്റ റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ഷൻ സീക്വൻസ്, ഗ്രൂപ്പിംഗ് സിമിലർ സീക്വൻസ്, നമ്മൾ സിമിലർ സീക്വൻസിനെ എന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ആൻഡ് അത് ഫോളോ ബട്ട് നോട്ട് ലിസ്റ്റഡ് മേ ബി അപ്പിയർ ഇൻ നെക്സ്റ്റ് പാർട്ട് ഓഫ് യുവർ മെറ്റീരിയൽ. സോ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സുകളുണ്ട് നമ്മുടെ അടുത്ത മെറ്റീരിയൽസിൽ അറിയേണ്ടത്. നമുക്ക് ഇത്രയും മാത്രം നോക്കി, ഇൻഫറൻസും ഉണ്ട്, ക്ലാസിഫിക്കേഷനും ഉണ്ട്. സോ ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ബാക്കി ഇത്രയും പഠിക്കാനുള്ളൂ കേട്ടോ. സോ അടുത്ത് പറയുന്ന ന്യൂവെൽസ് അപ്രോച്ച് ആണ്, പ്രോബ്ലം സ്പേസ് തിയറി ആണ്. ഇവിടെ ന്യൂവെൽസ് ആൻഡ് സൈമൺ കമ്പയർഡ് ഹ്യൂമൻ പ്രോബ്ലം സോൾവിംഗ് ടു നാവിഗേറ്റ് എ മെയ്സ്. അതായത് ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ് ഒരു മെയ്സ് നമ്മൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നത്, IQ ടെസ്റ്റിലൊക്കെ ലാസ്റ്റ് നമുക്ക് മെയ്സ് ഉണ്ട് കേട്ടോ. സോ മെയ്സ് നമ്മൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു അതുപോലെയൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ്ങും കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ഉണ്ട്, എൻട്രൻസ് ഉണ്ടാവുമല്ലോ, ആൻഡ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, ലാസ്റ്റ് നമുക്ക് ഗോൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും. സോ ഇവിടെ കമ്പൗണ്ട് പറയുന്നത് പ്രോബ്ലം സ്പേസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, മെന്റൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഹ്യൂറിസ്റ്റിക് ഉണ്ട്. പ്രോബ്ലം സ്പേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെറ്റ് ഓഫ് പോസിബിൾ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ആണ്. നമുക്ക് എത്ര പോസിബിൾ സ്റ്റേറ്റും പാത്തുകളും. ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലോ ടേൺ ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രേറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ. മെന്റൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന നോളജ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഹ്യൂറിസ്റ്റിക് ആണെങ്കിൽ സ്മാർട്ട് റൂൾസും ഷോർട്ട് കട്ട്സുകളും ആഡ് ചെയ്യുന്നു. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ് ആണ്. ഇത് എല്ലാവർക്കും അറിയാം. ഹൈപ്പോത്തസിസ് എന്താണ്, നമുക്ക് ഇങ്ങനെ ആയിരിക്കും, അവിടെ ഫെയിലും ഉണ്ടാകാം, ജയിക്കുകയും ചെയ്യാം, അത് ഡിപ്പെൻസ് ആണ്. ഓൾ പ്രോബ്ലം സോൾവിംഗ് can be seen as moving through a space of problem null state. So ഒരു സ്പേസ് ആണ്, ഒരു null state വഴി മൂവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പീപ്പിൾ അപ്ലൈ മെന്റൽ ഓപ്പറേറ്റേഴ്സ് വിത്ത് ദെയർ കോഗ്നേറ്റീവ് ലിമിറ്റ്. അവരുടെ കോഗ്നേറ്റീവ് ലിമിറ്റ് വെച്ചിട്ട് മെന്റൽ ഓപ്പറേറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദ എയിം ഈസ് ചൂസ് ദ ബെസ്റ്റ് ആക്ഷൻ.
ബെസ്റ്റ് ആക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ന്യൂവൽസ് ഐഡിയ ഇസ് ദ നോളജ് ഹെൽപ്പിംഗ് ജസ്റ്റിഫൈ വൈ വി ബിലീവ് സർട്ടൻ ആക്ഷൻ വർക്ക്. ഇറ്റ്സ് എ ടൂൾ ടു അച്ചീവ് ഗോൾ. നമ്മൾ എന്തിനു വേണ്ടി വിശ്വസിക്കണം, ജസ്റ്റ് ഒരു ടൂളാണ്. ന്യൂവൽസിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നോളജ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ, ഇപ്പോൾ എക്സാമ്പിൾ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ അത്രേ നമ്മുടെ ന്യൂവൽസിൻ്റെ ഐഡിയ പറഞ്ഞു. ന്യൂവൽസ് അപ്രോച്ച് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതണം, ഇത്ര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കരുത്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പ്രോബ്ലം സോൾവിങ് മോഡൽസ് ആണ്. സോ ദ ന്യൂവർ വ്യൂ സീ പ്രോബ്ലം സോൾവിങ് ആസ് എ ബിൽഡിംഗ് എ മോഡൽ ഓഫ് സിറ്റുവേഷൻ. സോ നോട്ട് ജസ്റ്റ് അബൌട്ട് ചൂസിങ് ആക്ഷൻ, കൺസ്ട്രക്ടിങ് എ സ്പെസിഫിക് കേസ് മോഡൽ. അപ്പം നമ്മൾ ഓരോ സ്പെസിഫിക് കേസ് മോഡലായിട്ട് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. വി യൂസ് നോളജ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, അല്ലേ? നമുക്ക് കുറച്ച് നോളജ് അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളാണ്, ഇങ്ങനെ നോളജ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അത് ഏതൊരു പെർസ്പെക്റ്റീവിലാണെങ്കിലും. ആൻഡ് ദ ഗോൾ ഇസ് ടു ബിൽഡ് എ മെൻറ്റൽ മോഡൽ ദാറ്റ് അലൈൻ വിത്ത് ദർ അണ്ടർസ്റ്റാൻഡിങ്. ഈ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നമ്മളൊരു മെൻറ്റൽ മോഡൽ ഉണ്ടാക്കും. നമ്മൾ ഈ മെൻറ്റൽ മോഡലിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഓരോ മോഡൽസ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആ മോഡൽസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ മെയിൻ ഐഡിയ കേസ് മോഡലാണ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്പെസിഫിക് സിറ്റുവേഷൻ ഓഫ് പ്രോബ്ലം. നമുക്ക് ഒരു സ്പെസിഫിക് പ്രോബ്ലം ഓഫ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ആൻഡ് ഡൊമൈൻ മോഡൽ അസംഷൻ ആൻഡ് ഇൻഫോ അബൌട്ട് സിസ്റ്റം യു ആർ വർക്കിംഗ് ഓൺ. നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യാൻ പോകുന്നതിലേക്കുള്ളത്. ആൻഡ് ടാസ്ക് മോഡൽ വെൻ ദ ഗോൾ മീൻസ് ആൻഡ് ഹൗ ടു അച്ചീവ് ഇറ്റ്. നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യണം, ഏത് രീതിയിൽ അച്ചീവ് ചെയ്യണം. അപ്പം ഒരു കേസ് മോഡലുണ്ട്, നമുക്ക് റെപ്രസെൻറ്റേഷൻ ആണ്, ഡൊമൈൻ മോഡലുണ്ട്, ടാസ്ക് മോഡലുണ്ട്. ദ ആക്ഷൻ വി ടേക്ക് ആർ നോട്ട് ഗോൾ ദംസെൽഫ്, ദേ ഹെൽപ്പ് അസ് ടു ബിൽഡ് ആൻഡ് റിഫൈൻ ദ മോഡൽ. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു റിഫൈൻ ചെയ്ത് ആ മോഡൽ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് കോമ്പറ്റൻസ് തിയറി ഉണ്ട് കേട്ടോ. കമ്പൈൻ ഡൊമൈൻ പ്ലസ് ടാസ്ക് മോഡൽ ടു ഡിഫൈൻ ദ സിസ്റ്റം ക്യാൻ ഡു. അവിടെ നമുക്ക് ഡൊമൈൻസും ടാസ്ക് മോഡലും കൂടെ കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. റാഷണാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മീൻ യൂസിങ് നോളജ് ആൻഡ് ആക്ഷൻ ടു നാരോ ഡൗൺ പോസിബിലിറ്റി. സോ നമുക്ക് ഒരു ടേപ്പറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് ഇവിടെ. റാഷണാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മീൻ യൂസിങ് നോളജ്, നമ്മൾ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൗൺ പോസിബിലിറ്റി നാരോ ചെയ്യുന്നു. ലൈക്ക് റൂളിങ് ഔട്ട് റോങ് ഡയഗ്നോസിസ്. നമുക്ക് റോങ് ഡയഗ്നോസിസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മൾ താഴേക്ക് ടേപ്പർ ചെയ്ത് വരുന്നു. ആൻഡ് മോഡൽസ് ആൻഡ് ഓപ്പറേറ്റ് ത്രൂ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ലൈക്ക് ഡേറ്റ ഡ്രിവൻ, ഹൈപ്പോത്തസിസ് ഡ്രിവൻ. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസുകൾ യൂസ് ചെയ്യാം. സോ സമ്മറി പറയുവാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രോബ്ലം സോൾവിങ് റിയലിസ്റ്റിക് ആണ്, ലോജിക്കൽ മോഡലൊക്കെയാണ് എന്ന് പറയുന്ന പോലെ തന്നെ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ അത്ര വലിയ ഡിഫിക്കൽട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടതോ ആയിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യമാണ്. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിളാണ്, ഒരു എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, വലിയ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.